കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മാരന്റെ പൂജാമുറിയിലിരുന്ന് വിയർക്കുകയായിരുന്നു ഗോപിയച്ചൻ. ഒരു വശത്ത് തന്റെ സ്വന്തം മനസാക്ഷി, മറുവശത്ത് നാടിന്റെ ഭാവി. മുന്നിലുള്ള രണ്ട് വഴികളിൽ ഏത് തിരഞ്ഞെടുത്താലും ഒരു തെറ്റ് അത് ഉറപ്പായും ചെയ്യേണ്ടി വരും. നമ്മളീ ചെയ്യുന്നത് പാപമില്ല കമ്മാര? കുറ്റബോധത്തോടെ തന്റെ തലയുയർത്തിക്കൊണ്ട് ഗോപിയച്ചൻ ചോദിച്ചു. അതെ, പാപമാണ്. പക്ഷെ മറുവശത്തൊരു നാടിൻ്റെയോ കുലത്തിൻ്റെയോ ഭാവിയാണ് ത്രാസിലെങ്കിൽ തീർച്ചയായും ഈ പാപം നമുക്ക് അനിവാര്യമാണ്. അല്ലാതെ വേറെ വഴിയില്ല ഗോപിയച്ച. പക്ഷേ മനസാക്ഷി, എന്ത് മനസാക്ഷി? കമ്മാരൻ്റെ ശബ്ദത്തിൽ പുച്ഛം കലർന്നിരുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ല ഗോപിയച്ച. നിങ്ങൾ തന്നെയല്ലേ ഇതിനൊക്കെ തുടക്കമിട്ട് വെച്ചത്? ഒരു ഞെട്ടലോടെ അത് കേട്ട ഗോപിയച്ചൻ്റെ മുഖത്തെ കുറ്റബോധം മാഞ്ഞ് ഭയവും അത്ഭുതവും വന്ന് നിറഞ്ഞു. കമ്മാരന് അത് എങ്ങനെ? അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഗോപിയച്ച. എൻ്റെ അച്ഛൻ എനിക്ക് പകർന്നു തന്നത് മന്ത്രവിധികൾ മാത്രമല്ല, ചെയ്യേണ്ട ചുമതലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ്. അച്ഛൻ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്, നാടിൻ്റെ ഭാവി തന്നെ അവതാളത്തിലാകുമെന്ന്. ഒരു മരണം ഒഴിവാക്കാതെ എങ്ങനെയെങ്കിലും ആ ശാപത്തെ തീർക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനി നടക്കില്ല. നമ്മളൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും വിധി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഗോപിയച്ചൻ പതുക്കെ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റു. എങ്കിൽ പിന്നെ കമ്മാരൻ എന്താന്ന് വെച്ചാൽ അങ്ങനെ നടത്തിക്കോളും. ഇല്ലാത്ത സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും മുഖംമൂടി ഇനി ആവശ്യമില്ല. നാടിൻ്റെ ഭാവി തന്നെയാണ് നമുക്ക് വലുത്. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുക തന്നെ വേണം. കമ്മാരന് മനസ്സിലാവുന്നുണ്ടോ? ആ ഉത്തരം കമ്മാരൻ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് കൂടുതൽ പ്രതികരണമൊന്നും ഉണ്ടായില്ല. കൂടുതലൊന്നും സംസാരിക്കാതെ എഴുന്നേറ്റിറങ്ങുന്ന ഗോപിയച്ചനെ നോക്കിക്കൊണ്ട് അയാളിരുന്നു. നാളത്തെ ദിവസം ഓർമ്മയുണ്ടോ? അത് കേട്ട് പഠിക്കൽ വരെ എത്തിയ ഗോപിയച്ചൻ തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു. ഉവ്, നല്ലത്. അതുകൊണ്ട് നാളെ തന്നെ നടത്തുന്നതാണ് ഉചിതം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാട്ടിക്കോളൂ. പൂജ തുടങ്ങുമ്പോഴേക്കും കാവിലാളെത്തിയിരിക്കണം. ഗോപിയച്ചൻ അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല. കുറ്റബോധമാണോ അതോ മറ്റെന്തെങ്കിലും കുടില ചിന്തകളാണോ ആ മനസ്സിൽ? ഗോപിയച്ചൻ പാട്ടി കടന്നതും കമ്മാരൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് രഹസ്യമായി എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തു. എല്ലാം കൈവിട്ട് കളിക്കുന്ന കളിയാണ്. ആരെങ്കിലും ഒരാൾ പിന്നിൽ നിന്ന് കുത്തി പദ്ധതികൾ പാളിയാൽ മതി, എല്ലാം അതോടെ തീരും, ഈ നാടടക്കം. ഗോപിയച്ചൻ പോയിട്ട് അധികം നേരമായില്ല. അപ്പോഴേക്കും മറ്റൊരു അതിഥി കൂടി കമ്മാരനെ കാണാൻ എത്തിയിരുന്നു. വിശ്വംഭരൻ. കാഞ്ഞിരത്തടി കൊണ്ട് ചിതയൊരുക്കി ദഹിപ്പിച്ചാലൊന്നും മറുത അടങ്ങില്ല എന്നറിയില്ലേ കമ്മാര? ആവാഹനം കൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. വന്ന് കയറിയ പാടെ കമ്മാരനിട്ട് കൊട്ടിക്കൊണ്ടാണ് തുടക്കം. വിശ്വംഭരൻ പറഞ്ഞത് കേട്ട് കമ്മാരൻ ചെറുതായി നമ്പരുന്നു. കാര്യം താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നറിയാമെങ്കിലും ഒരവസാന ശ്രമമെന്നോണം കമ്മാരൻ അവളെ ആവാഹിക്കാൻ ശ്രമിച്ചിരുന്നു. അതും ആരും അറിയാതെ പരമരഹസ്യമായി തന്നെ. അതാണിപ്പോൾ നേർക്കുനേർ കണ്ടതുപോലെ വിശ്വംഭരൻ വിളിച്ചു പറഞ്ഞത്. എങ്ങനെ അടങ്ങാനാ? സ്വന്തം ശരീരം തന്നെ വെട്ടിയർപ്പിച്ചല്ലേ ചിലർ മറുതെ ഉണർത്തിയിരിക്കുന്നത്. സ്വന്തം ഭാഗം തന്നെ ബലി കൊടുക്കാന്ന് പറഞ്ഞാൽ ഉയിരിൻ്റെ അംശമല്ലേ കൈമാറുന്നത്? അങ്ങനെയുള്ള ഒന്നിനെ പൂട്ടാൻ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും അല്ലേ വിശ്വംഭര? മഹാഗുരു ചേനന്റെ മകൻ കമ്മാരനാണോ കഷ്ടപ്പെടാൻ മടി? 7 നാളത്തെ വ്രതവും 3 നാളത്തെ പൂജയും, ഇനി അതും പോരാതെ വന്നാൽ രക്തചാമുണ്ടിയുടെ ഒറ്റക്കോലവും. മറുത ഇവിടുത്തെ തീയിൽ കിടന്ന് വെന്തെരിയില്ലേ? കമ്മാരൻ ഒരു നിമിഷം ചിന്തിച്ചു. ന്യായമെന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ വിശ്വംഭര. പിന്നെ കർമ്മഫലം, അതെത്ര ജന്മമെടുത്താലും വിടാതെ പിന്തുടരും. അപ്പോൾ പിന്നെ അത് പരമാവധി നേരത്തെയാക്കി വിടുന്നത് തന്നെയല്ലേ ഉചിതം. അത് കേട്ടതും വിശ്വംഭരൻ്റെ കണ്ണുകൾ തിളങ്ങി. കർമ്മഫലം അതവിടെ നിൽക്കട്ടെ, വേറെന്തോ കൂടി കമ്മാരൻ പറഞ്ഞല്ലോ. ന്യായം, അതാണ്. അത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇന്നേ വരെ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിലകൊണ്ടത്. എൻ്റെ ഈ കൈ വരെ ബലികഴിച്ചതും. എന്തായാലും അല്പം വൈകിയാണെങ്കിലും നിങ്ങൾക്കൊക്കെ ബോധോദയം ഉണ്ടായല്ലോ. ഇനി എന്താ വിശ്വംഭരൻ്റെ അടുത്ത പദ്ധതി? തൽക്കാലമൊന്നുമില്ല. എന്തായാലും നാളെ കഴിഞ്ഞ് തീരുമാനിക്കാം. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ഇത്രയും കാലം കാത്തിരുന്നത്. അതെങ്ങനെ പോകുമെന്നൊന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് വേണം ചിലരോടൊക്കെയുള്ള കണക്കുകൾ തീർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. കമ്മാരനൊന്നും മിണ്ടിയില്ല. അല്പനേരം വിശ്വംഭരനും ഒന്നും മിണ്ടാനാകാതെ നിന്ന ശേഷം പോകാനായി ഇറങ്ങി. പടിക്ക് പുറത്തുനിന്ന് 3 പിടി മണ്ണെടുത്ത്
അത് പിന്നോട്ടെറിഞ്ഞ് വിശ്വംഭരൻ തിരികെ നടന്നു. എല്ലാം കണ്ടുകൊണ്ട് നിന്ന കമ്മാരന്റെ മുഖത്ത് പോലും നോക്കാതെ അയാൾ പടിയിറങ്ങി. ഒന്നും മിണ്ടാതെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കമ്മാരൻ അത് നോക്കി നിന്നു. അല്ലെങ്കിലും ഇപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. എന്തായാലും വിശ്വംഭരനെ ഇനി താനൊരിക്കലും കാണാൻ പോകുന്നില്ലെന്ന് കമ്മാരന് മനസ്സിലായി. അതൊരു തരം യാത്രാ പറച്ചിലായിരുന്നു. ആ മണ്ണുമായുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച് മനസ്സിലുള്ള ദേഷ്യങ്ങളും വിഷമങ്ങളും ശാപങ്ങളായി പരിണമിക്കാതിരിക്കാൻ ആ മണ്ണിനോട് തീർപ്പ് ചൊല്ലി പിന്നോട്ടെറിഞ്ഞ് പിണ്ടം വെച്ചുള്ള പടിയിറക്കം. തിടുക്കപ്പെട്ട് നടക്കുകയായിരുന്ന ഗോപിയച്ചനെ ലക്ഷ്യം വെച്ചാണ് വിശ്വംഭരൻ വേഗം ഇറങ്ങിയത്. ഇരുട്ടും മുമ്പ് വീടെത്താൻ വേണ്ടി നീട്ടി വലിച്ചു നടക്കുകയായിരുന്ന ഗോപിയച്ചനെ കളത്തിന് മുന്നിൽ വെച്ച് വിശ്വംഭരൻ ഒപ്പം എത്തിപ്പിടിച്ചു. ഒന്ന് നിന്നേ ഗോപിയച്ച, ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല വിശ്വംഭര, നീ നിന്റെ പാട് നോക്കിപ്പോ. തിരിഞ്ഞു നോക്കാതെ തന്നെ ഗോപിയച്ചൻ വിളിച്ചു പറഞ്ഞു. ഇതെന്തിനാ ഗോപിയച്ച എന്നോടൊരു വാശി? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തോ? നിങ്ങളൊക്കെയല്ലേ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കൊണ്ടുപോയി ജയിലിലടച്ചത്. എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞു? ചെയ്യാത്ത കുറ്റങ്ങൾക്കോ? ഗോപിയച്ചൻ ഒരു നിമിഷം നിന്നു. നീ ഒറ്റ ഒരുത്തനല്ലേ ഇക്കണ്ട പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? നീയല്ലേ അവളെ? തിരിഞ്ഞു നിന്ന് രോഷത്തോടെ വിശ്വംഭരന്റെ മുഖത്ത് നോക്കി ഗോപിയച്ചൻ അലറിയെങ്കിലും ആ പറഞ്ഞത് മുഴുമിപ്പിക്കാൻ അയാൾ സമ്മതിച്ചില്ല. ചെയ്ത പാപത്തിന്റെ ഫലം, അതിനുള്ള വഴിയൊരുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെയോ സ്വന്തം കർമ്മഫലം കൊണ്ട് മരിച്ചവരുടെ കുറ്റം മൊത്തം ഈ തലയിലേക്ക് വെച്ച് തന്നിട്ട് എന്നെ നിങ്ങൾ ജയിലിലടച്ചു. അമ്മയെപ്പോലെ എൻ്റെ ജീവിതവും നിങ്ങൾ ഇല്ലാതാക്കി. എന്നിട്ടിപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്നു. തെറ്റ് ചെയ്തവരാണ് മരിച്ചത് മുഴുവനും. അല്ലാത്ത ഒരാളെങ്കിലും ഇന്നവരെ അമ്മ കൊന്നിട്ടുണ്ടോ? പറ. അപ്പൊ കറിയാച്ചനോ? അവനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ കൊണ്ടുപോയത്? അത് കേട്ടപ്പോൾ വിശ്വംഭരന്റെ ദേഷ്യം അല്പം കൂടി രൂക്ഷമായി. നിങ്ങൾക്കറിയില്ലേ ഗോപിയച്ച? അല്ലെങ്കിൽ നിങ്ങളത് അറിയാത്തതായി ഭാവിക്കുകയാണോ? ദേ ഈ കളത്തി വെച്ച് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവത്തിനെ തല്ലിക്കൊന്നിട്ട് അത് വിഷം തീണ്ടിയതാണെന്ന നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മുന്നിൽ നിന്ന ആളല്ലേ ഈ കറിയാച്ചൻ? ദോ അവിടെയല്ലേ പണ്ട് തമ്പിയുടെ ബാല്യക്കാരനായിരുന്ന നീലാണ്ടൻ കത്തി മരിച്ച കളപ്പുര നിന്നിരുന്നത്. അതിനകത്ത് വെച്ചല്ലേ നിങ്ങളുടെ കറിയാച്ചൻ നോക്കി നിൽക്കെ ആ നീലാണ്ടൻ തന്നെ അയാളെ തല്ലിക്കൊന്നത്. അത് തെറ്റല്ലേ ഗോപിയച്ച? അല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നുന്നില്ലേ? ഗോപിയച്ചനൊന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അതല്ല എട്ടും പൊട്ടും തിരിയാത്ത ഒരുത്തനെ പറ്റിച്ച് ഇവിടം വരെയൊക്കെ എത്തിച്ചത്. ഗോപിയച്ചൻ തന്റെ മുഖമുയർത്തി വിശ്വംഭരനെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിലും നീയായിട്ട് ഇതിനൊരു മുടക്കവും വരുത്തരുത് എന്ന അർത്ഥമാണ് വിശ്വംഭരന് പെട്ടെന്ന് വായിക്കാൻ പറ്റിയത്. എല്ലാം നടക്കട്ടെ, ഞാനും ഉണ്ടാവും കൂട്ടിന്. പക്ഷെ ഒരു കാര്യം. എന്ത്? എന്റെ കണക്ക്, ജീവിതത്തിലെ നല്ലൊരു ഭാഗവും എന്നെ ഇരുമ്പഴിക്കുള്ളിൽ പൂട്ടിയതിൻ്റെ കണക്ക്, അതും കൂടി തീർത്താലേ എല്ലാം പൂർത്തിയാകൂ. ഗോപിയച്ചൻ്റെ കണ്ണുകളിലേക്ക് ഭയം ഇരച്ചു കയറി. അമ്മയെ ഓടിക്കുകയാണെന്ന് കരുതി ആരും സന്തോഷിക്കണ്ട. അത് കഴിഞ്ഞ് ഓരോരുത്തരെ ഞാനൊന്ന് വന്ന് കാണുന്നുണ്ട്. കരുതിയിരുന്നോ? വല്ലാത്തൊരു വാശിയോടെ ഭൂമി ചവിട്ടിക്കുലുക്കി വിശ്വംഭരൻ നടന്നകന്നു. ആശ്വാസത്തിന് മേലേക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ആ ആഘാതത്തിൽ പകച്ചു നിൽക്കാൻ മാത്രമാണ് അയാൾക്ക് സാധിച്ചത്. പ്രശ്നങ്ങളെല്ലാം ഒരു വശത്ത് ഒതുങ്ങി തുടങ്ങുമ്പോൾ മറ്റൊരു വശത്ത് പടയൊരുക്കം തുടങ്ങുകയാണല്ലോ എൻ്റെ ഭഗവാനെ. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്ന അരവിന്ദൻ താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അരവിന്ദന് താല്പര്യമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് കടക്കണം. അതിനു മുമ്പ് അയാളെ ഒന്ന് കാണണം, ആ ഗോപിയച്ചനെ. പക്ഷേ അന്വേഷിച്ചപ്പോൾ അയാളെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാളെ പോകുന്ന വഴിക്ക് എന്തായാലും കണ്ടിട്ടേ ഇവിടുന്ന് മടങ്ങുന്നുള്ളൂ. വസ്ത്രങ്ങളും കൊണ്ടുവന്ന സാധനങ്ങളുമല്ലാതെ അവിടുന്ന് മറ്റൊന്നും അയാൾ എടുക്കുന്നില്ല. അല്ലെങ്കിലും ഇനി ഒന്നും വേണ്ട. സ്വത്തും പണവും ഒന്നും, എവിടെയെങ്കിലും പോയി അറിയാവുന്ന ജോലി ചെയ്ത് ജീവിക്കാം. പീതാംബരന്റെ വാക്കുകൾ ഇപ്പോഴും അയാളുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത താനിപ്പോൾ വലിയൊരു ചതിയുടെ നടുക്കാണ് ഈ നിൽക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും? ഒന്നുമില്ലെങ്കിലും ചെറിയച്ഛൻ്റെ സുഹൃത്തുക്കളല്ലേ. ചെറിയച്ഛനെ പോലെ രഹസ്യമായി സംസ്കരിച്ച അവർക്ക് തന്നോടൊക്കെ എന്ത് മമത തോന്നാൻ? ചിലപ്പോൾ ചെറിയച്ഛനെ തീർത്തതും അവരായിരിക്കുമോ? സംശയങ്ങൾ ഒരുപാടുണ്ട് തീർക്കാൻ. പക്ഷേ
എല്ലാം കൂടി തീർക്കാൻ നിന്നാൽ അതിനൊക്കെ ചിലപ്പോൾ തന്റെ ജീവന്റെ വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കടക്കുന്നത് തന്നെയാണ് ബുദ്ധി. ആരെയും വിശ്വസിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സ്നേഹം കാണിച്ച് കൂടെ കൂടിയവരൊക്കെ ചതിയന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ ഈ അവസ്ഥയിൽ ബാഗ് എല്ലാം എടുത്തു വെക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. സമയം സന്ധ്യയായി തുടങ്ങിയതിനാൽ പുറത്ത് വെളിച്ചം വളരെ കുറവായിരുന്നു. എങ്കിലും അരവിന്ദൻ വ്യക്തമായി കണ്ടു, പടിപ്പുരയുടെ പുറത്തുകൂടി ഒരു രൂപം ഇരുട്ടിലേക്ക് ഓടി മറയുന്നത്. ഭയന്നുപോയ അരവിന്ദൻ വേഗം മുന്നിലെ വാതിൽ കൊട്ടിയടച്ചു. ഒരു നിമിഷം അനങ്ങാൻ പറ്റാതെ നിന്നുപോയ അയാൾ വേഗം വീട്ടിലെ വാതിലുകളെല്ലാം അടച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ട് പതുക്കെ ജനലിന്റെ വിരിമാറ്റി പുറത്തേക്ക് നോക്കി. എങ്ങും ഇരുട്ട് മാത്രം. ചീവീടുകളുടെ കരച്ചിലല്ലാതെ മറ്റൊരു ശബ്ദവും അവിടെ എങ്ങും കേൾക്കുന്നില്ല. അപ്പോഴാണ് പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ലെന്ന കാര്യം അരവിന്ദൻ ഓർക്കുന്നത്. അയാൾ വേഗം ചെന്ന് ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടതും വീണ്ടും ആരൊക്കെയോ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ശബ്ദം കേട്ടു. ജനാലൊക്കെ വന്ന് നോക്കിയപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മുറ്റത്തൊന്നും ഒരു ജീവി പോലുമില്ല. ആരെയും അവിടെ കണ്ടില്ലെങ്കിലും അരവിന്ദനൊരു കാര്യം ഉറപ്പായിരുന്നു, തന്നെ ആരൊക്കെയോ പൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൻ്റെ നീക്കങ്ങൾ വളരെ അടുത്ത് മറഞ്ഞു നിന്ന് ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട്. നാളെ നേരം വെളുക്കുന്നവരെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം. സന്ധ്യയ്ക്ക് മറുതക്കാവ് കടക്കുന്ന കാര്യം ആലോചിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് അന്ന് പുറപ്പെടാതിരുന്നത്. നേരം വെളുക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് പോകണം. കുറേ നേരം ജനൽക്കൽ തന്നെ നോക്കി നിന്ന ശേഷം അരവിന്ദൻ പതുക്കെ അകത്തേക്ക് കയറി. നേരം വെളുത്തിട്ട് ഒരു വക കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാക്കണം. ഉള്ളിലെ വിശപ്പ് കൊണ്ടാണോ അതോ ഭയം കൊണ്ടാണോ എന്നറിയില്ല. അവിടെ ഇരുന്ന മുഴുവൻ അരിയും എടുത്ത് അരവിന്ദൻ കലത്തിലേക്ക് ഇട്ടു. അതുപോലെ വാങ്ങി വെച്ചിരുന്ന കായ്കനികൾ മുഴുവനും അരിഞ്ഞ് കറിയാക്കി. ഒപ്പം ഉച്ചയ്ക്ക് ശ്രീകുട്ടൻ കൊണ്ടുവന്ന് കൊടുത്ത അല്പം ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു. പാവം, അരവിന്ദൻ അവിടുന്ന് പോകാൻ തീരുമാനിച്ച വിവരം ശ്രീകുട്ടൻ അറിഞ്ഞിട്ടില്ല. തനിക്കെന്തെങ്കിലും ജോലി അവിടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അയാൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് അരവിന്ദന് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എല്ലാം തയ്യാറാക്കിയപ്പോഴേക്കും ആകെ വിയർത്തു. എങ്കിൽ പിന്നെ ഒരു കുളി കഴിഞ്ഞിട്ടാകാം അവിടുത്തെ അവസാനത്തെ അത്താഴമെന്ന് കരുതി അരവിന്ദൻ കുളിമുറിയിലേക്ക് പോയി. മുൻപ് പലതവണ കുളിച്ചതുപോലെ അല്ലായിരുന്നു ഇത്തവണ. വിസ്തരിച്ച് കുളിക്കാനായി വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിച്ചതും ആ വെള്ളത്തിന്റെ തണുപ്പിനൊപ്പം ഒരു വിറവല് പോലെ പല ഓർമ്മകളും ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. പെട്ടെന്നുണ്ടായ ഷോക്കിൽ അരവിന്ദൻ ഒരു നിമിഷം തരിച്ചു നിന്നു. ഇന്നേ വരെ തന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളല്ല ഇപ്പോൾ തികട്ടി വന്നത്. പിന്നെ എന്തായിരിക്കും അതൊക്കെ? അല്പനേരം ശങ്കിച്ചു നിന്ന ശേഷം വീണ്ടും അരവിന്ദൻ തലവഴി വെള്ളം കോരിയൊഴിച്ചു. ഞൊടിയിട കൊണ്ട് അരവിന്ദന്റെ മനസ്സ് ആ തറവാടിനെ ഒന്ന് ചുറ്റി വലം വെച്ചു. അതും ഇപ്പോഴുള്ളതുപോലെയല്ല. മുറ്റത്തൊരു കാറും കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന നാളികേരവും ധാരാളം പണിക്കാരും അവരെയൊക്കെ നിയന്ത്രിക്കുന്ന കാര്യസ്ഥന്മാരുമുള്ള വീട്. തലയിലൂടെ ഒഴുകിയിറങ്ങിയ വെള്ളത്തിന്റെ തണുപ്പ് ശരീരത്തിൽ മൊത്തം പരക്കുന്നതിനോടൊപ്പം അരവിന്ദൻ താൻ ഓരോ ഭാഗങ്ങളായി ആ ഓർമ്മയിലേക്ക് അലിഞ്ഞു കയറുന്നത് പോലെ തോന്നി. വെള്ള മുണ്ടും ഷർട്ടും, വൃത്തിയായി ചീകി ഒതുക്കിയ മുടിയും, കട്ടി മീശയും, തോളിൽ മറ്റൊരു മേൽമുണ്ടും അണിഞ്ഞ അരവിന്ദനെയാണ് അയാൾ അവിടെ കണ്ടത്. നീലാണ്ട. പടിക്കലേക്ക് വന്നു നിന്ന് അയാൾ പുറത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. ദാ വരുന്നു തമ്പിയങ്ങുന്നേ. നിമിഷങ്ങൾക്കകം നീലാണ്ടൻ അങ്ങോട്ട് ഓടിയെത്തി. അരവിന്ദന് കാര്യം മനസ്സിലായി. അതാണ് തന്റെ ചെറിയച്ഛൻ. കാറിന്റെ ഡിക്കിയിൽ ഒരു ട്രങ്ക് പെട്ടിയിരിപ്പുണ്ട്, അതിങ്ങെടുക്കൂ. അനുസരണയോടെ നീലാണ്ടൻ ആ പെട്ടിയെടുത്ത് തമ്പിയുടെ മുന്നിലേക്ക് വെച്ചു. അരയിൽ നിന്ന് പെട്ടിയുടെ താക്കോലെടുത്ത് നീലാണ്ടന്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം ചെറിയച്ഛൻ പറഞ്ഞു, നീ ഇത് നമ്മുടെ തെക്കേക്കളത്തെ കളപ്പുറയിലേക്ക് കൊണ്ടുവച്ചിട്ട് ആരും കാണാതെ ഇതിനകത്തെ പൊതിയെടുത്ത് അവളുടെ വീട്ടിലെത്തിക്കണം. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും നീ ഇത് മറ്റാരുടെയും കയ്യിൽ ഏൽപ്പിക്കരുത്. അവളുടെ കയ്യിലോ അവളില്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നേരെ കളപ്പുരയിലേക്ക് ചെന്നാൽ മതി. ഞാൻ വരുന്നവരെ അവിടെ നിന്ന് അനങ്ങരുത്, കേട്ടല്ലോ? ഉവ്വ് തമ്പി അങ്ങനെ. നീലണ്ടൻ ആ പെട്ടിയും തലക്ക് വെച്ച് പുറപ്പെട്ടു. അയാൾ പുറപ്പെട്ട് അധികം നേരം കഴിഞ്ഞില്ല. അപ്പോഴേക്കും കാണാനായി ആളെ വിട്ട് വിളിപ്പിച്ചിരുന്ന കറിയാച്ചനും അങ്ങോട്ടെത്തി. കറിയാ, തനിക്കൊരു ജോലിയുണ്ട്. കൊച്ചുതമ്പി പറഞ്ഞാലും വേഗം അങ്ങാടിയിലെ ഷാപ്പിലേക്ക് ചെന്ന് 2 കുപ്പി കള്ളും ഒരു താറാവും വാങ്ങി നമ്മുടെ തെക്കേ കളപ്പുരയിലേക്ക് എത്തണം. കളത്തിലേക്ക് പോകുമ്പോഴേ ദിവാകരന്റെ കടയിൽ നിന്നൊരു കന്നാസും മണ്ണെണ്ണയും വാങ്ങിച്ചേക്ക്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. കളപ്പുരയിൽ ചിലപ്പോൾ നീലാണ്ടം കാണും. ഉണ്ടെങ്കിൽ എല്ലാം അവനെ ഏൽപ്പിച്ചിട്ട് അതൊക്കെ അവനുള്ളതാണെന്ന് പറഞ്ഞേക്കണം. ഞാൻ അവിടെ എത്തും വരെ എങ്ങും പോയിക്കളരുന്നും പറയണം. അത് പിന്നെ കള്ളും താറാവും കണ്ട നീലാണ്ടൻ അവിടെ നിന്ന് അനങ്ങുമോ തമ്പിയെന്നേ? ഈ മണ്ണെണ്ണ എന്തിനാണാവോ? ഒരാവശ്യമുണ്ട്, അത് തൽക്കാലം പുറത്തു വെച്ചാൽ മതി, അകത്തേക്ക് കയറ്റണ്ട.
അവനകത്ത് കള്ളും കുടിച്ച് വിസ്തരിച്ച് തന്നെ കിടന്നോട്ടെ. എന്നാ പിന്നെ വൈകിക്കണ്ട, കറിയ ചെല്ലൂ. കറിയാച്ചന് പണം കൊടുത്ത് പറഞ്ഞു വിട്ടു. കറിയാച്ചൻ പോയിട്ടും ആ വഴിക്ക് തന്നെ കണ്ണുനട്ട് ചെറിയച്ചൻ അല്പനേരം അവിടെ നിന്നു, എന്തൊക്കെയോ ആലോചിച്ചുറപ്പിക്കുന്നത് പോലെ. പെട്ടെന്നാണ് ചെറിയച്ചൻ അകത്തേക്ക് കയറാനായി അരവിന്ദന്റെ നേർക്ക് തിരിഞ്ഞത്. അപ്പോഴത്തെ ചെറിയച്ചന്റെ മുഖത്ത് കണ്ട ആ ഭാവം, സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭീകരതയായിരുന്നു ആ മുഖത്ത്. ആ കാഴ്ചയിൽ ഭയന്നുപോയ അരവിന്ദന് അപ്പോഴുണ്ടായ ഞെട്ടലിൽ സുബോധം തിരികെ കിട്ടി. വേഗം കുളി മതിയാക്കി അയാൾ തല തുവർത്തി. വേഗം വേഷം മാറി താഴേക്ക് വന്ന് ഉണ്ണാനിരുന്നെങ്കിലും ഒട്ടും സമാധാനം തോന്നുന്നില്ല. മനസ്സാകെ അസ്വസ്ഥമാണ്. പോകാൻ തീരുമാനിച്ച ദിവസം തന്നെ ഇങ്ങനെയൊരു അനുഭവം. ഈ വീട്ടിൽ കാലുകുത്തും മുമ്പ് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മുന്നിലിരുന്ന് ഭക്ഷണത്തിലേക്ക് നോക്കിയിരുന്ന് ചിന്തിച്ച് സമയം പോയതറിഞ്ഞില്ല. ഒപ്പം വിശപ്പും. അരവിന്ദൻ പതുക്കെ എഴുന്നേറ്റ് പാത്രങ്ങൾ അടക്കുക പോലും ചെയ്യാതെ മുറിയിലേക്ക് കയറി. വാതിലടച്ച് കിടന്നപ്പോഴേക്കും സമയം 11 മനസ്സ് മുഴുവനും പാറുവും ചെറിയച്ചനുമാണ്. എന്താണ് ശരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ചെറിയച്ചൻ മരിച്ചത്? എന്തുകൊണ്ടാണ് ചെറിയച്ചന്റെ സ്വത്തുക്കളെല്ലാം തന്റെ പേരിലേക്ക് മാറ്റാൻ ഗോപിയച്ചൻ ഈ കളികളൊക്കെ കളിച്ചത്? ഉത്തരമില്ലാത്ത അനവധി ചോദ്യങ്ങൾ. അല്ല, ഉത്തരങ്ങൾ തിരിച്ചറിയാനാകാത്ത ചോദ്യങ്ങൾ. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ പലപ്പോഴായി തൻ്റെ മുന്നിലൂടെ മിന്നിമഞ്ഞ് തനിക്ക് പിടിതരാതെ കടന്നു പോകുന്നത് പോലെ.